ഹരേ കൃഷ്ണ. എല്ലാവർക്കും ദേവധ്യാനത്തിലേക്ക് സ്വാഗതം. 3 ദേവിമാരുടെ ശക്തി പരീക്ഷണം. കഥ കേട്ടാലോ? ഒരു നാൾ സരസ്വതി, ലക്ഷ്മി, പാർവതി ദേവിമാരുടെ ഇടയിൽ ആരാണ് പ്രാധാന്യം അർഹിക്കുന്നതെന്നും ആരുമൂലമാണ് ജനങ്ങൾ ജീവിക്കുന്നതെന്നും ഇവരിൽ ആരാണ് പ്രധാനി എന്നുമുള്ള കാര്യത്തിൽ തർക്കമുണ്ടായി. അങ്ങനെയിരിക്കെ ബ്രഹ്മലോകത്തെത്തിയ നാരദ മുനിയോട് വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നും വീരമില്ല എങ്കിലും വിദ്യയാണ് ശ്രേഷ്ഠമെന്നും സരസ്വതി ദേവി പറഞ്ഞു. ഇതുകേട്ട് ദേവി പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ചു മഹർഷി അവിടെ നിന്നും ഇറങ്ങി. അടുത്തതായി മഹർഷി വൈകുണ്ഠലോകത്തെത്തി മഹാലക്ഷ്മിയെ കണ്ടു. സമ്പത്തില്ലാതെ വിദ്യ മാത്രം ഉണ്ടായിട്ട് എന്തു കാര്യം? വിദ്യ മാത്രം പോരാ, ധനം കൂടി ഉണ്ടെങ്കിലേ ജീവിക്കാനാകൂ എന്ന് മഹാലക്ഷ്മി മഹർഷിയോടായി പറഞ്ഞു. ഇതുകേട്ട് അതും ശരിയാണെന്നു കരുതി മഹർഷി അവിടെ നിന്നും യാത്രയായി. പിന്നീട് നാരദ മഹർഷി കൈലാസത്തിലെത്തി പാർവതി ദേവിയോടായി വിവരങ്ങൾ ആരാഞ്ഞു. വിദ്യയും ധനവും മാത്രം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. വീരമില്ലെങ്കിൽ വിദ്യയും ധനവും കൊണ്ട് എന്തു പ്രയോജനം? അതിനാൽ വീരമാണ് ഒരാൾക്ക് അത്യാവശ്യമെന്നും പാർവതി ദേവി നാരദ മുനിയോടായി പറഞ്ഞു. ഈ അവസരത്തിൽ മഹർഷി വിദ്യയും ധനവും ഇല്ലെങ്കിലും അവ നേടിയെടുക്കുന്നതിന് വീരം ആവശ്യമാണ് എന്നും പറഞ്ഞ് അവിടെ നിന്നും അപ്രത്യക്ഷനായി. ഒരു നാൾ 3 ദേവിമാരെയും ഒന്നിച്ചു കാണാനുള്ള അവസരം നാരദ മുനിക്ക് ലഭിച്ചു. അപ്പോൾ സരസ്വതി ദേവി പറഞ്ഞു, ഞാൻ വിഡ്ഢിയായ ഒരാൾക്ക് വിദ്യ നൽകി വിദ്യയുടെ പ്രാധാന്യം എന്താണെന്ന് തെളിയിച്ചു തരാം. അപ്പോൾ മഹാലക്ഷ്മി നാരദ മുനിയോടായി പറഞ്ഞു, ഞാനും ഒരാളെ നിയോഗിച്ച് ധനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് കാട്ടിത്തരാം. ഈ അവസരത്തിൽ ശ്രീ പാർവതി ദേവി പറഞ്ഞു, വിദ്യയും ധനവും ഇല്ലാത്ത ഒരുവനെ വീരമാണ് സർവ്വതിനും പ്രാധാന്യമെന്ന് കാട്ടിത്തരാം. ഇങ്ങനെ 3 പേരും മത്സരിച്ച് തെളിയിച്ച് കാണിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി സരസ്വതി ദേവി ഭൂലോകത്ത് വന്ന് ഒരാട്ടിടയനെ കാണുകയും വിദ്യയൊന്നും അറിയാത്ത ആട്ടിടയന്റെ നാവിൽ എഴുത്താണി കൊണ്ട് അക്ഷരം കുറിച്ച് ആട്ടിടയനെ ഒരു മഹാകവിയാക്കി മാറ്റുകയും ചെയ്തു. മഹാലക്ഷ്മിയാകട്ടെ ഭൂലോകത്ത് വന്ന് അവിടുത്തെ രാജാവ് സന്തതിയില്ലാത്ത ദുഃഖം അനുഭവിച്ച് മരണപ്പെട്ടതിനാൽ കൊട്ടാരത്തിലെ ആനയ്ക്ക് മാല ചാർത്തി ആനയിച്ചു കൊണ്ടുവരികയും ആന പൂമാല അതുവഴി കടന്നു വന്ന ഒരു ദരിദ്ര സ്ത്രീയുടെ കണ്ഠത്തിൽ അണിയിക്കുകയും ചെയ്തു. ഇത് സംഭവിച്ചത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ആണെന്നു കരുതി ദരിദ്ര സ്ത്രീയെ ജനങ്ങൾ മഹാരാജ്ഞിയാക്കി മാറ്റി. ഈ അവസരത്തിൽ രാജ്ഞി സരസ്വതി ദേവിയാൽ മഹാകവിയായ ആട്ടിടയനെ ആ രാജ്യത്തെ കവിയാക്കി നിയോഗിക്കുകയും ചെയ്തു. ഇതെല്ലാം അറിഞ്ഞ ശ്രീ പാർവതി ഭൂലോകത്ത് വന്ന് ഒരു ഭീരുവായ യുവാവിനെ ധീരനാക്കി ഉയർത്തി അയാളെ ആ രാജ്യത്തെ സേനാധിപനായി മാറ്റി. അദ്ദേഹം തൻ്റെ രാജ്യത്ത് യുദ്ധത്തിന് വന്നവരെ ഒന്നൊന്നായി പരാജയപ്പെടുത്തി വിജയശ്രീലാളിതനായി വാണു. ഒരു നാൾ മഹാരാജ്ഞി ആട്ടിടയനായ മഹാകവിയോട് തന്നെ സ്തുതിച്ചു പാടാൻ പറഞ്ഞു. എന്നാൽ മഹാകവി ഞാൻ മനുഷ്യരെ സ്തുതിച്ചു പാടാറില്ല എന്ന് മഹാരാജ്ഞിയെ അറിയിച്ചു. ഇതു കേട്ട് കുപിതയായ മഹാരാജ്ഞി അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. എന്നാൽ അപ്പോഴും അദ്ദേഹം പറഞ്ഞു, രാജ്ഞിയുടെ സമ്പത്ത് ഒരിക്കലും നിലനിൽക്കില്ല, എന്നാൽ എൻ്റെ വിദ്യാസമ്പത്ത് ഒരിക്കലും നശിക്കുകയുമില്ല. മഹാകവിയുടെ വാക്കുകൾ ശ്രവിച്ച സേനാധിപൻ രാജ്ഞിയോടായി പറഞ്ഞു, രാജ്ഞി ആജ്ഞാപിച്ചാൽ കവിയെ ആനയുടെ കാലുകൊണ്ട് ചവിട്ടി മെതിച്ച് കൊന്നുകളയാം. തദവസരത്തിൽ രാജ്ഞി സേനാധിപനോടായി പറഞ്ഞു, നീ എൻ്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. എന്നെ ഉപദേശിക്കാൻ നിനക്ക് എന്ത് അർഹതയാണുള്ളത്? അതു കേട്ട് കോപിഷ്ഠനായ സേനാധിപതി സൈന്യങ്ങൾ തൻ്റെ അധീനതയിലായതിനാൽ സൈന്യത്തെ ഉപയോഗിച്ച് രാജ്ഞിയെ ജയിലിൽ അടച്ചു. ശേഷം അദ്ദേഹം തന്നെ സ്വയം അഭിഷേകം നടത്തി രാജാവായി. ശേഷം ആനയെ കൊണ്ട് മഹാകവിയെ ചവിട്ടി കൊല്ലാനും ശ്രമിച്ചു. അങ്ങനെ തൻ്റെ വീരം തെളിയിച്ചു. എന്നാൽ കവിയായ ആട്ടിടയൻ ക്ഷമിച്ചില്ല, അടങ്ങിയിരുന്നതുമില്ല. അദ്ദേഹം രാജ്ഞിയെ ചതിച്ച് ജയിലിലടച്ചു എന്ന് പ്രചരിപ്പിച്ച് നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ ബഹളമുണ്ടാക്കി. അങ്ങനെ രാജ്ഞി, കവി, വീരൻ ഈ 3 പേരുടെയും അഹങ്കാരം നിമിത്തം രാജ്യത്ത് ജനങ്ങൾ വളരെയേറെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. ഈ അവസരത്തിൽ നാരദ മഹർഷി 3 ദേവിമാരെയും കണ്ട് നിങ്ങളുടെ മത്സരം നിമിത്തം രാജ്യത്ത് ജനങ്ങൾ കഷ്ടത അനുഭവിക്കുന്നുവെന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തണമെന്നും അറിയിച്ചു. അപ്പോൾ ദേവിമാർ പറഞ്ഞു, മഹർഷി തന്നെ തീരുമാനിക്ക്, ആർക്കാണ് ഞങ്ങളുടെ ഇടയിൽ പ്രാധാന്യമെന്ന്. മഹർഷി പറഞ്ഞു, ഓരോ വ്യക്തിക്കും വിദ്യയും ധനവും വീരവും ഈ 3 കാര്യങ്ങളും ശ്രേഷ്ഠമാണ്. ഒരു വ്യക്തിക്ക് വിദ്യയും ധനവും വീരവും ഒരുപോലെ ആവശ്യവുമാണ്.
അങ്ങനെ 3 ദേവിമാരുടെയും മത്സരവും പകയും അവർ മറന്നു. 3 പേരും ശാന്തരായി മാറുകയും ചെയ്തു. നന്ദി. മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.